മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ നിർമ്മാണം നടന്നിട്ടുണ്ടല്ലോ, അതിന് തുടർച്ചയായി കേരളത്തിലും വേണ്ടേ വികസനം എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു തർക്കവുമില്ല, കേരളത്തിൽ വേണം വികസനം. പക്ഷേ കേരളത്തിൻ്റെ പ്രകൃതിക്ക് അനുസൃതമായിട്ടാണോ ഈ നിർമ്മാണം എന്നുള്ളതാണ് ആത്യന്തികമായ ചോദ്യം. ഇത് ഇങ്ങനെയൊരു അപകടത്തിന് മുൻപ് തന്നെ ഇപ്പോൾ ശ്രീ ആൻഡ്രോ ചൂണ്ടിക്കാണിച്ചല്ലോ, നിങ്ങൾ പറയേണ്ടിയിരുന്നു, നിങ്ങൾ എം.പിമാർ എം.എൽ.എമാരും പറയേണ്ടിയിരുന്നു എന്ന് പറയുമ്പോൾ അത് പ്രതിപക്ഷ ഭാഗത്തു നിന്നാണ് ആ സ്വരം വരുന്നതെങ്കിൽ നിങ്ങൾ വികസന വിരോധികളാകും. വികസന വിരോധികളാണ് നിങ്ങൾ, ഈ നിർമ്മാണത്തെ, നിങ്ങൾ ഈ ദേശീയപാതയെ എതിർക്കുന്നവരാണ് എന്ന രൂപത്തിൽ അതിൽ ചാപ്പ കുത്തപ്പെടും. അതിൽ നിങ്ങൾക്ക് എത്ര പ്രതികരിച്ചാലും അതിലെ കുഴപ്പമല്ല വിലയിരുത്തപ്പെടുക, അതിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയമല്ല പരിഗണിക്കപ്പെടുക. ആ രൂപത്തിലാണ് പ്രതികരിക്കുക. അപ്പോൾ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ടപ്പോൾ NHAയ്ക്കാണ് പൂർണ്ണമായ ചുമതല. NHAയുടെ ചുമതലകൾ എവിടെ നിന്ന് എവിടെ അവസാനിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് 6000 കോടി അങ്ങോട്ട് കൊടുത്തു. ഭൂമി വിട്ടുകൊടുത്തവർക്ക് നഷ്ടപരിഹാരം, നല്ല നഷ്ടപരിഹാരം കിട്ടിയ, നല്ല നഷ്ടപരിഹാരത്തിന് വേണ്ടി ചിലർക്കെങ്കിലും കോടതിയിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും നഷ്ടപരിഹാരം ലഭിച്ചിരിക്കുന്നു. അതൊരു നല്ല കാര്യം തന്നെ. അതുവരെയും മാത്രമാണോ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തം? ഈ ആളുകൾക്ക് അപകടം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ആരോട് ചോദിക്കുമെന്നൊരു വിഷയമുണ്ടല്ലോ. ആദ്യം കാണുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിനോടാണ്. സംസ്ഥാന സർക്കാർ എല്ലായിടത്തും ഇതിൻ്റെ അവകാശവാദവുമായി ഇതാ ഇത്രയും മനോഹരമായ റോഡ് ഇതാ ഞങ്ങളിത് നിർമ്മിച്ചിരിക്കുന്നു, ഇത്രയും വികസനം ഇതാ ഞങ്ങൾ നടപ്പാക്കിയിരിക്കുന്നു, രണ്ടാം പിണറായി സർക്കാർ എന്നിങ്ങനെ അവകാശവാദം പറയുമ്പോൾ ആ അവകാശവാദത്തിൽ കുഴപ്പങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്.